أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിലും വേഗത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള വേഗതയിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും റമളാനിൻ്റെ അവസാനത്തെ പത്ത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്നായി ഒരുങ്ങി കുറച്ചുകൂടി കൂടുതൽ സമയം കൊടുത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനമായ പള്ളിയുമായി കൂടുതൽ അടുത്ത ബന്ധം നിലനിർത്തി പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടുന്ന കാലയളവാണ് ഈ അവസാനത്തെ പത്തിൽ. അതിൻ്റെ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം നുകരാൻ കഴിയുന്ന സ്വഭാവത്തിൽ ഈ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റമദാൻ നമ്മോട് വിട പറയും മുമ്പേ നമ്മുടെ ജീവിതത്തെ വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾക്കിടയിൽ നിന്ന് സംസ്കരിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് കഴിയുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റത്തിന്, നോമ്പ് കഴിയുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അറിയാതെ വന്നു ചേർന്ന ഒരുപാട് തെറ്റായ ശീലങ്ങളിൽ നിന്ന് നമുക്കൊക്കെ വിമുക്തി നേടാൻ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് റമദാൻ പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് സന്തോഷത്തോടുകൂടി പറയാനും ആ സന്തോഷാധിക്യത്താൽ ഈദുൽ ഫിത്തറിൻ്റെ തക്ബീർ ധ്വനികൾ മുഴക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഞാൻ എന്നോടെന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുക, റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള ഈ അവസാനത്തെ പത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് തന്നെയാണ്. നമ്മളറിയാതെ യാത്ര ചെയ്ത ഒരുപാട് തെറ്റായ വഴികളുണ്ടാകാം. നമ്മളറിയാതെ ജീവിതത്തിൽ വന്നു ചേർന്ന ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം. നമ്മളറിയാതെ അഡിക്റ്റായി പോയ ഒരുപാട് തെറ്റായ ശീലങ്ങളുണ്ടാകാം. അതിനെയെല്ലാം അക്കമിട്ട് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്നെല്ലാം തിരിഞ്ഞ് നടക്കാനുള്ള അവസരമായി നമ്മൾ റമദാനിനെ കാണേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരെയും അറിയുക. എന്നെ എനിക്കറിയുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല. എൻ്റെ ലോകമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്നൊരു ലോകമുണ്ട്, എൻ്റെ കുടുംബത്തിനറിയുന്നൊരു ലോകമുണ്ട്, എൻ്റെ കൂട്ടുകാർക്കറിയുന്ന ഒരു ലോകമുണ്ട്, എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ ലോകമുണ്ട്. അവിടെയും ഞാൻ എൻ്റെ സമൂഹത്തിൽ എന്ന പോലെ, അവിടെയും ഞാൻ എൻ്റെ കുടുംബത്തിൽ എന്ന പോലെ, അവിടെയും ഞാൻ എൻ്റെ കൂട്ടുകാർക്കിടയിൽ എന്ന പോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതമാണോ നയിക്കുന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പലർക്കും തൃപ്തികരമായ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. എനിക്കറിയാൻ കഴിയില്ല എന്ന്. നമ്മളാരും മഅ്സൂമിങ്ങളല്ല, നമ്മളാരും മാലാഖമാരുമല്ല, നമ്മൾ മനുഷ്യരാണ്. പക്ഷേ നമ്മൾ ധൈര്യം കാണിക്കേണ്ടത് എവിടെയാണ് എനിക്ക് ഇനിയും ഉയരാനുള്ളത് എന്ന് തിരിച്ചറിയുന്നിടത്താണ്. അങ്ങനെ തിരിച്ചറിയുന്നിടത്ത് നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള ധൈര്യമാണ് നമ്മൾ കാണിക്കേണ്ടത്. അങ്ങനെ മടക്കം സാധ്യമാണോ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുക സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എൻ്റെ ജീവിതം ഏതറ്റം വരെ വഴിവിട്ടു പോയിട്ടുണ്ട് എങ്കിലും എനിക്ക് മടക്കം സാധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അരുതായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും എനിക്ക് മടക്കം സാധ്യമാണ്. അങ്ങനെ മടങ്ങുന്നവനാണ് യഥാർത്ഥ നോമ്പുകാരൻ എന്ന് നാം മനസ്സിലാക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ബനി ആദം ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിൻ്റെ മക്കളൊന്നും തെറ്റുപറ്റാത്തവരല്ല. ആദമിൻ്റെ മക്കളായ മനുഷ്യരെല്ലാവരും തെറ്റും വീഴ്ചകളും പറ്റുന്നവരാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചാൽ തെറ്റുപറ്റിയതിനു ശേഷം അതിൽ നിന്ന് മടങ്ങുന്നവരാണ്. മടക്കം പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മടക്കം അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് മടങ്ങാനുള്ള തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ തൗബയെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ. നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അവൻ അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്തും അതിലേക്കാണ് സൂചന നൽകുന്നത്. ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സുഅ ബിജഹാലത്തിൻ. തീർച്ചയായിട്ടും തൗബ എന്ന് പറയുന്നത് അവിവേകത്തോടുകൂടി അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്ത ആളുകൾക്കുള്ളതാണ്. സുമ്മ യതൂബൂന മിൻ ഖരീബ്. വളരെ അടുത്ത് തന്നെ എപ്പോഴാണോ ആ തെറ്റ് ബോധ്യപ്പെടുന്നത് അപ്പോൾ തൊട്ടുടനെ തന്നെ അതിൽ നിന്ന് മടങ്ങുന്നവർക്കുള്ളതാണ്. ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. പ്രിയമുള്ളവരെ, ആ അർത്ഥത്തിൽ തന്നെ നാം നമ്മുടെ ജീവിതത്തെ സമീപിക്കണം. നമ്മുടെ പോരായ്മകളെ നമ്മൾ വിലയിരുത്തണം. 20 നോമ്പ് അല്ലെങ്കിൽ 20ാമത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴും ഞാൻ തുറക്കാത്ത ഏടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തുറക്കാത്ത അധ്യായമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈവെക്കാത്ത മേഖലകളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും റമദാനിൻ്റെ രാവുകളിലും റമദാനിൻ്റെ പകലുകളിലും ഞാൻ പ്രാർത്ഥന നിർവഹിക്കുന്ന ഘട്ടത്തിൽ മനസ്സാക്ഷി കുത്തു എന്ന പോലെ എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ഘടകങ്ങൾ ദഹിക്കാതെ കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അവിടെ കൈവെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ നോമ്പുകാരൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, 3 ആത്മാക്കളെ കുറിച്ച്, 3 മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നഫ്സുൽ ലവ്വാമ, നഫ്സും അമ്മാറ, അതുപോലെ തന്നെ നഫ്സുൽ ലവ്വാമ, നഫ്സുൻ തുഅ്മനീന. വിശുദ്ധ ഖുർആൻ തന്നെ അതിൽ പറയുന്നുണ്ട്. ആ 3 മനസ്സ് എന്ന് പറയുന്ന ഒന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഫ്സല അമ്മാറത്തും ബിസു, തിന്മയോട് നമുക്ക് തിന്മങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മ നമ്മോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. നഫ്സുൽ ലവ്വാമ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു മനസാക്ഷിക്കുത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. നമുക്കെല്ലാവർക്കും അതറിയാം. അതേപോലെ തന്നെ സമാധാനമടയുന്ന ഒരു മനസ്സുണ്ട്. ഇതും ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിനെ നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട് എങ്കിൽ ആ ഘടകങ്ങളിൽ നമ്മൾ കൈവെക്കേണ്ടതാണ്. അള്ളാഹു പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ വളർത്തിയെടുത്തത് മക്കയിൽ നമ്മൾ കണ്ടതാണ്. ആ ജനതയെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് എന്ത് എന്ന് നമുക്കറിയാവുന്നതാണ്. പറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ജീവനോട് ജീവനോടുകൂടി കുഴിച്ചുമൂടിയിരുന്ന ഒരു സമൂഹമാണ്. ലോകത്ത് തുല്യതയില്ലാത്തൊരു സമൂഹമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സഹാബാക്കൾ അവരുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കടന്നു വന്നതിന് ശേഷം പ്രവാചകന്റെ കൂടെ ഇരിക്കുന്ന ഘട്ടത്തിൽ തങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ തങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അവർ കരയാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ, സഹാബാക്കളുടെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. സ്വന്തം കുഞ്ഞിനെ കുഴിച്ചുമൂടിയ അനുഭവങ്ങൾ വരെ പറഞ്ഞ് എന്നിട്ട് നിറകണ്ണുകളോടുകൂടി അവർ സദസ്സിൽ വിവരിച്ച് അത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിരോമങ്ങളിൽ വരെ പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയതിന്റെ ചരിത്രം
നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കണ്ടെത്താവുന്നതാണ്. മഹാപരാധം ചെയ്ത ജനത, അതുപോലെ തന്നെ പരസ്പരം കൊന്നും കൊലവിളിച്ചും ജീവിച്ച ജനത, മദ്യത്തിനും മദിരാക്ഷിക്കും അടിപ്പെട്ട ജനത, പിറന്നു വീഴുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയുന്നതിന് മുമ്പ് വീടിൻ്റെ അടുത്ത് കുഴിയെടുത്ത്, എന്നിട്ട് ആണാണെങ്കിൽ ജീവിക്കാനും പെണ്ണാണെങ്കിൽ ആ കുഴിയിലേക്ക് തള്ളാനും മടിയില്ലാതിരുന്ന ഒരു ജനത. ആ ജനതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് തുല്യതയില്ലാത്തൊരു സാമൂഹ്യ വിഭാഗമായി വളർത്തിയെടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയേറെ അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ മാറ്റിയെടുക്കാൻ കഴിയുന്ന കരുത്തുള്ള ഒരാശയമാണ് ദീനി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുക. എന്നെ കേൾക്കുന്ന ആളുകളുണ്ട്, അറിയാതെ ജീവിതത്തിൽ മദ്യപാനത്തിന് അടിപ്പെട്ടവരുണ്ടോ? ഞാൻ പറയുക, അവർക്കും മടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ 2-3 തവണ ശിക്ഷ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ പ്രവാചകന്റെ സന്നിധിയിൽ വീണ്ടും അതേ കുറ്റത്തിന് ശിക്ഷ അർഹമാക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ ആരോ അയാൾ അധിക്ഷേപിക്കുന്നുണ്ട്. ഒന്നുമല്ല, മദ്യം ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജനതയാണ് പ്രവാചകന്റെ ആ കാലഘട്ടത്തിലെ ജനത എന്ന് പറയുന്നത്. അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായിട്ടാണ് പ്രവാചകൻ സംസ്കരിച്ചത്. ആ സംസ്കരണ പ്രക്രിയക്കും വിധേയനായിട്ടും അതിന് വഴങ്ങാൻ കഴിയാത്തൊരു മനുഷ്യൻ, അയാളെ ആരോ കൂടെയുള്ള ആളുകൾ അധിക്ഷേപിച്ചു. ആ അധിക്ഷേപിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അയാളെ കുറ്റപ്പെടുത്തരുത് എന്ന്. അയാൾ മദ്യപിച്ചതിന് അയാൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ആ ശിക്ഷ വിധിക്കപ്പെട്ട മനുഷ്യൻ അധിക്ഷേപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയാൻ, അയാൾ അധിക്ഷേപിക്കരുത്, അയാൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്, അയാൾ റസൂലിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, ആർക്കും നമ്മൾ അവസാനത്തെ അതിര് വെച്ചിട്ടില്ല, ആർക്കും നമ്മൾ അവസാനത്തെ ലോക്ക് വെച്ചിട്ടില്ല. ഏത് ജീവിതത്തിന്റെ വഴിവിട്ട ഏത് വഴിയിലൂടെ സഞ്ചരിച്ച ആളുകളാണെങ്കിലും ഞാൻ പറയുക, നമ്മൾ തിരിച്ചു വരണമെന്നാണ്. മദ്യപാനത്തിന് അടിപ്പെട്ട ആളുകളുണ്ടാവും, മയക്കുമരുന്നിന് അടിപ്പെട്ട ആളുകളുണ്ടാവും. പുതിയൊരു കാലഘട്ടത്തിന്റെ ഏറ്റവും പുതിയ പ്രവണത ഏതാണ്? ഇന്ന് മദ്യമല്ല, അതുപോലെ തന്നെ കഞ്ചാവല്ല, കെമിക്കൽസിന് അടിപ്പെട്ട ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച്, എന്നിട്ടും റമദാൻ മാസം ജുമാ നമസ്കരിക്കുന്ന, 5 നേരം നമസ്കരിക്കുന്ന, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്ന, അതോടൊപ്പം തന്നെ ഈ മനസ്സിൽ ദഹിക്കാതെ കിടക്കുന്ന, താൻ അകപ്പെട്ടിരിക്കുന്ന പാപത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഉള്ളതുപോലെ തന്നെ പറയണല്ലോ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പറയുന്നു, അവിടെ നമ്മൾ കൈവെക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ കൈവെക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ പറുദീസയിലേക്കാണ്, തിന്മകളുടെ കേദാരങ്ങളിലേക്കാണ്, വഴിവിട്ട ജീവിതം വലിയ മഹാദുരന്തത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള വീക്ക്നെസ് മദ്യപാനമാണോ? നമ്മുടെ ജീവിതത്തിലുള്ള വീക്ക്നെസ് മയക്കുമരുന്നാണോ? അതല്ല. ചില ആളുകളുണ്ട്, ജീവിതത്തിൽ ശീലിച്ചു പോയതാണ്, സാമ്പത്തിക രംഗത്ത് ഒരു സൂക്ഷ്മതയും ഇല്ലാത്ത ആളാണ്, പലിശ ഇടപാടിൽ ഒട്ടും സൂക്ഷ്മതയില്ലാത്ത ആളാണ്. ഞാൻ പറയുക, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിന് നിരക്കുന്നതല്ല. പലിശ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വൻപാപത്തിൽ അതുപോലെ തന്നെ മഹാപാപമായി എണ്ണുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ അതാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച, അല്ലെങ്കിൽ ശീലമായി മാറിയത്? ഞാൻ പറയുക, അതിൽ നിന്ന് നമ്മൾ റിലീസാകണം. അങ്ങനെ ഓരോന്ന് എടുത്താൽ ധൂർത്തുള്ള ആളുകളുണ്ടാവും, പിശുക്കുള്ള ആളുകളുണ്ടാവും. ധൂർത്ത് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കൂട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ, ഒരാൾ മദ്യപാനി ആയിക്കൊള്ളണമെന്നില്ല, ഒരാൾ മയക്കുമരുന്ന് അഡിക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, ഒരാൾ വ്യഭിചാരം ചെയ്തു കൊള്ളണമെന്നില്ല. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അയാൾ സൂക്ഷ്മത പുലർത്തേണ്ടുന്ന സാമ്പത്തിക രംഗത്ത് അയാൾ സൂക്ഷ്മത പുലർത്താത്ത ആളാണ്. അന്യായമായി സമ്പത്ത്, ഏതർത്ഥത്തിൽ ആ സംശയാസ്പദമായ സാമ്പത്തിക സോഴ്സിൽ നിന്ന് സമ്പത്ത് സമ്പാദിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ മുതശാബിഹാത്തിൽ നിന്ന് ഇത് ഹലാലാണോ ഹറാമാണോ എന്നുറപ്പില്ലാത്ത സ്വഭാവത്തിലുള്ള സമ്പത്ത് കണ്ടമാനം സമ്പാദിച്ച് അത് കുടുംബത്തിന്റെ മഈശത്തുമായി ബന്ധപ്പെട്ട് സേവിക്കുന്ന ആളാണ്. ഞാൻ പറയുക, നമ്മൾ അതിൽ പുനരാലോചന നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റമദാനിന്റെ അവസാനത്തെ 10ലേക്ക് റഹ്മത്തിന്റെ മാലാഖമാരുള്ള, അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ രാവുള്ള ഈ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഇനിയും കൈവെക്കാൻ നമ്മൾ മടിക്കുന്ന, എന്നാൽ നമ്മുടെ മനസ്സാക്ഷി ഉണർത്തിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് മാത്രം അറിയാവുന്ന ജീവിതത്തിലെ കറുത്ത കുത്തുകൾ എന്ത് എന്ന് മനസ്സിലാക്കി അതിൽ കൈവെക്കാൻ നമ്മൾ സന്നദ്ധമാകണമെന്നാണ് ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടാണ് പറയുക, 10 ഉറുപ്പ്യ ലാഭമുള്ള ഏർപ്പാടാണ്, പക്ഷെ അത് ഹലാൽ അല്ലെങ്കിൽ ഞാൻ പറയണം, ഈ റമദാനോടുകൂടി ഞാൻ ഏർപ്പാട് നിർത്തുകയാണ്. ഒരു നഷ്ടം ഉണ്ടാകില്ല.
ഒരു നഷ്ടം ഉണ്ടാകൂല. പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് എനിക്ക് ലാഘവത്തുണ്ട്, എനിക്ക് ആസ്തിയുണ്ട്, അസറ്റുണ്ട്, ഞാനത് വിറ്റിട്ട് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെടാത്ത ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ തിരിഞ്ഞു നടക്കണമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുത്തു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുത്തു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലഉ അശ്ശംസു മിൻ മഗ്രിബിഹാ. നാന്റെ റസൂല് ഇതിലപ്പുറം നമ്മോട് എങ്ങനെ പ്രവാചകൻ പറയാ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കരങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അള്ളാഹു പറയാണ്, എന്തിന്? പാതിരാവിൽ നേരം പുലരുന്നത് വരെ പകലിൽ ആളുകൾ ചെയ്തിരിക്കുന്ന തെറ്റ് പുറത്തു കൊടുക്കാൻ അവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യബ്സുത്തു യദഹു, അവന്റെ കൈ ഇങ്ങനെ വിശാലമാക്കി, ലിയതൂബ മുസീഉൻ നഹാർ, പകല് തെറ്റ് ചെയ്തു പോയ ആളുകൾ മടങ്ങാൻ സന്നദ്ധമാണെങ്കിൽ അവനെ ചേർത്ത് നിർത്താൻ അള്ളാഹു കാത്തിരിക്കുകയാണ്. രാത്രി മുഴുവൻ പുലരുന്നത് വരെ ജീവിതത്തിൽ പോരായ്മകളും വീഴ്ചകളും തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പകൽ അള്ളാഹു അവനെ കാത്തിരിക്കുകയാണ്. പറ്റിയ തെറ്റിന്റെ പേരിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കുറ്റബോധത്തോടുകൂടി മടങ്ങാൻ സന്നദ്ധമാകുന്ന വിശ്വാസിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് നിർത്താൻ സന്നദ്ധമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടോ? അത്തായിബു മിനദ്ദംബി, ഒരു തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമല്ലാ ദംബലഹു, അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഞാൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇവനെ പലിശക്കാരനാണ്, അതല്ലെങ്കിൽ ഞാൻ എടുത്തുചാട്ടക്കാരനാണ്, അതല്ലെങ്കിൽ ഞാൻ ധൂർത്തനാണ്, അതല്ലെങ്കിൽ ഞാൻ ഒരുപാട് തെറ്റുകുറ്റം ചെയ്തവനാണ്, എനിക്കൊരു പക്ഷേ എന്റെ പ്രദേശത്തൊരു ഇമേജ് ഉണ്ട് എന്നതൊക്കെ ശരിയാണ്. അതാ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാകാം. പക്ഷേ റബ്ബിന്റെ അടുക്കിലേക്ക് നമ്മൾ മടങ്ങിയാൽ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഖിരീന, അല്ലാഹ് ഇഷ്ടപ്പെടും. ഇന്നലെ വരെ മദ്യപിച്ചവനാണ് എന്നതല്ല, മടങ്ങുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഖിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും എന്ന് പറയുന്നു. അന്ന റജുലൻ ഖതല 99 നഫ്സ, നമ്മൾ എപ്പോഴും ഇത് പറയുന്ന ഒരു ഉദാഹരണമാണ്. അന്ന റജുലൻ ഖതല 99 നഫ്സ, 99 ആളെ കൊന്ന ഒരാളെ കുറിച്ച് റസൂലുള്ള ഒരു കഥയായി പറയുന്നുണ്ട്. എന്തിനാണ് പ്രവാചകൻ അത് പഠിപ്പിക്കുന്നത്? മനുഷ്യർക്ക് പ്രതീക്ഷ കൊടുക്കാനാണ്. നമ്മൾ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് നന്നാകാനാണ്. നമ്മൾ ചില ആളുകളോട് സംസാരിച്ചാൽ, ചില ആളുകളെ കുറിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ അവർ പറയും, 19 വയസ്സായി, ഇനി ഞാൻ അങ്ങോട്ട് നന്നാകാനാണ്, ഞാൻ ചെയ്തു കൂട്ടിയത് എനിക്ക് എത്രയെന്ന് അറിയോ, ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ. അങ്ങനെ പോകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. 99 ആളെ കൊന്നിട്ട് ഒരാളൊരു പുരോഹിതനടുത്ത് ചോദിക്കുന്നുണ്ടോ, എനിക്ക് ഇനി മടങ്ങാൻ അവസരമുണ്ടോന്നാ? 99 ആളെ കൊന്നിട്ട് എനിക്ക് ഇനി മടങ്ങാൻ അവസരമുണ്ടോ? അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ആ കഥയില് ആ പുരോഹിതൻ പറഞ്ഞു, 99 ആളെ കൊന്നിട്ട് ഒരാൾ മടങ്ങി, എനിക്കൊരു രക്ഷയില്ല, 99 ആളെ കൊന്ന സ്ഥിതിക്ക് യാതൊരു രക്ഷയും നിനക്കില്ല. അയാൾ 100ാമത് തികച്ചു അയാളെ കൊന്നിട്ട് എന്നാണ്. അങ്ങനെ 100 തികച്ചു. എന്നിട്ട് അയാൾ വീണ്ടും മടങ്ങാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് മടങ്ങണം, അയാൾക്ക് ഈ ദുശ്ചെയ്തിയിൽ നിന്ന് റിലീസാകണം. അങ്ങനെ അയാൾ നടക്കുന്നത് പിന്നീട് നന്മ നിറഞ്ഞ ഒരു നാട്ടിലേക്കാണ്. ആ നന്മ നിറഞ്ഞ നാട്ടിലേക്ക്, അതായത് ഹദീസിൽ അത് പറയുന്നത്, സുമ്മ ഖറജ മിൻ ഖറിയത്തിൻ ഇലാ ഖറിയത്തിൻ ഫീഹാ ഖൗമൻ സ്വാലിഹൂൻ, ഒരുപാട് സജ്ജനങ്ങൾ ജീവിക്കുന്ന ഒരു ഗ്രാമത്തെ തേടി അദ്ദേഹം നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും അടക്കമാണ്. താൻ ചെയ്ത ചെയ്തികളിൽ നിന്ന്, താൻ ചെയ്ത കൊലയിൽ നിന്ന്, അറുംകൊലകളിൽ നിന്ന് അയാൾ തിരിഞ്ഞു നടക്കുകയാണ്. അവസാനം അയാൾ അത്തരത്തിൽ സജ്ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം നടക്കാൻ. ആ യാത്ര മധ്യേ അയാൾ മരണപ്പെട്ടു എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്ന കഥയിൽ പറഞ്ഞു. മരണപ്പെട്ടപ്പോ അയാളുടെ ആത്മാവിന് വേണ്ടി 2 മലായിക്കത്തുകളും വന്നു എന്നാണ്. ഒന്ന് റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വന്നു, 2 ശിക്ഷയുടെ മലായിക്കത്തുകൾ വന്നു. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കളെ പിടികൂടുന്ന 2 തരം മലായിക്കത്തുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ തർക്കമായി. അവസാനം തീർപ്പുണ്ടാകുന്നത് അയാൾ എത്രമാത്രം നന്മയിലേക്ക് അടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം നന്മയിലേക്ക് ഒരുപാട് അടുത്തിട്ടുണ്ട്. ആ ഗ്രാമത്തോട് അയാൾ ഒരുപാട് അടുത്തിട്ടുണ്ട്. റഹ്മത്തിന്റെ മാലാഖമാർ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് ചരിത്ര പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, ഏതറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് റബ്ബിലേക്ക് മടങ്ങാമെന്ന് പറയാനാണ്. ഏതറ്റത്ത് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് റബ്ബിലേക്ക് മടങ്ങാമെന്ന് പറയാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹു അഫ്റഹു ബി തൗബത്തിൻ അബദിഹി മിൻ അഹദികും സഖത അലാ ബഈരിഹി വഖദ അളല്ലഹു ഫി അർളിൻ ഫുലാത്ത്.
വഴിയാത്രക്കാരന് വഴിയാത്രക്കിടയിൽ മരുഭൂമിയിൽ തന്റെ വഴിയാത്രയിലെ വാഹനമാകുന്ന ഒട്ടകം നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുന്ന ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മരുഭൂമിയിലൂടെയുള്ള യാത്ര, അദ്ദേഹത്തിന്റെ ചരക്ക് അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്താൻ, അദ്ദേഹത്തിന്റെ വെള്ളം ഒട്ടകപ്പുറത്താൻ, ഭക്ഷണം ഒട്ടകപ്പുറത്താൻ, അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഒട്ടകപ്പുറത്താൻ. ഒരു വേള മരുഭൂമിയുടെ നടുമധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിന് ഒട്ടകം നഷ്ടപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാൽ. ഒട്ടകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ്. ആ ഒട്ടകത്തെ മരുഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷാധിക്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കോ. അതുപോലെയാണ് തന്റെ വഴിയിൽ നിന്ന് വഴിവിട്ട് സഞ്ചരിച്ച ഏതോ ഒരു അഗാധ ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ ഏതോ തിന്മയുടെ ഒരുപാട് കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് റബ്ബിലേക്ക് തിരിച്ചു വരുന്ന ഒരാളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ടാകുന്ന സന്തോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മടങ്ങണം. നമ്മൾ ഓരോരുത്തരോടും ഞാൻ പേഴ്സണലായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നോടെന്ന പോലെ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ മടങ്ങണം. മടക്കത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് മടങ്ങണം. തൗബ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ മടങ്ങി, റമദാന്റെ ഒരു റാഹത്തില്, റമദാനല്ലേ നമ്മൾ നിർത്തി, റമദാൻ കഴിഞ്ഞിട്ട് തുടങ്ങി, അത് തൗബയല്ല. റംസാനിന് നമ്മൾ തൽക്കാലം ഇടപാടൊക്കെ നിർത്തി, റംസാൻ കഴിഞ്ഞിട്ട് തുടങ്ങി, അതും തൗബയല്ല. ചില ആളുകൾ പറയും റമദാൻ മാസമാണ്, നിങ്ങളിപ്പം വരല്ലേ, നോമ്പ് കഴിഞ്ഞിട്ട് വരിക, അപ്പം നമുക്ക് നോക്കാന്ന് പറയും. അപ്പൊ നോമ്പിന് മൂപ്പര് കുറച്ച് ഉഷാറാക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. റമദാനിൽ നമുക്കുണ്ടാകുന്ന മാറ്റം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, തൗബയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സറിഞ്ഞ് മടങ്ങണം. അതുപോലെ തന്നെ കുറ്റസമ്മതം നടത്തണം. നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നമുക്ക് ഖേദമുണ്ടാകണം. അതോടൊപ്പം തന്നെ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കാനുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയണം. അതോടൊപ്പം ഒരുപാട് അമലുസ്വാലിഹാത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമ്പന്നമാക്കാൻ പറ്റണം. സാമ്പത്തികമാണ് എങ്കിൽ കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം. ഒരാൾ സാമ്പത്തികമായി ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ പൈസ വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. അയാൾ ആ ചെയ്തത് തെറ്റാണ് എന്ന് വിശുദ്ധ റമദാനിൽ അയാൾക്ക് തിരിച്ചറിയുകയും എന്റേതല്ലാത്ത ഹലാലല്ലാത്ത സ്വത്ത് എൻ്റെ കുടുംബത്തിൻ്റെത്, എൻ്റെ ജ്യേഷ്ഠൻ്റെത്, എൻ്റെ അനുജൻ്റെത്, എൻ്റെ കൂട്ടുകാരുടേത് എൻ്റെ സ്വത്തിൽ കലർന്നിട്ടുണ്ട് എന്ന് അയാൾ ഉറപ്പാകുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടാണ് അയാളുടെ തൗബ സ്വീകരിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആ അർത്ഥത്തിൽ റബ്ബിലേക്ക് മടങ്ങാൻ പറ്റും. ഞാൻ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരുപാട് ആളുകൾ അവിടെ തൗബ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നംറഅത്തുൻ മിൻ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ വ്യഭിചരിക്കപ്പെട്ടിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വരുന്നുണ്ട്. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വരുന്നുണ്ട്. വഹിയ ഹുബില, അവർ വരുമ്പോൾ അവർ ഗർഭിണിയായ ഒരു സ്ത്രീ, താൻ ആരും കണ്ടതല്ല, ആരും പറഞ്ഞതല്ല. 4 ആള് കണ്ടാലേ അത്തരത്തിലുള്ള തെറ്റ് വിളിച്ചു പറയാൻ പാടുള്ളൂ. 4 ആള് സാക്ഷികൾ വേണം. ആരും കണ്ടതല്ല, ആരും പറഞ്ഞതല്ല. പക്ഷേ അവരുടെ മനസ്സാക്ഷി അവർ അനുവദിച്ചില്ല. ഏതോ ഒരു ഘട്ടത്തിൽ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർ വ്യഭിചരിക്കപ്പെട്ടു. എന്നിട്ട് അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് അവർ പറഞ്ഞു വഹിയ ഉബ്ബിലാമിൻ ദിന, ആ വ്യഭിചാരത്തിൽ അവർ ഗർഭിണിയാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് അവർ പറഞ്ഞു ഫഖാലത്ത് യാ നബിയല്ലാഹ് അസ്വബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ, അള്ളാഹിന്റെ റസൂലെ എൻ്റെ മേൽ ഹദ്ദ് നടപ്പാക്കണം, ഞാൻ വ്യഭിചരിച്ച സ്ത്രീയാണ്. അവർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് സ്വയം തെറ്റേറ്റ് പറയാണ്. അള്ളാഹിന്റെ റസൂല് പറയുന്നുണ്ട് ഫദഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയഹ, അവരുടെ കൂടെയുള്ള വലിയനെ രക്ഷാകർത്താവിനെ വിളിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അഹ്സിൻ ഇലൈഹ, അവരെ നന്നായിട്ട് നോക്കണം. എന്നിട്ട് അവർ പ്രസവിക്കട്ടെ, എന്നിട്ട് അവർ പ്രസവിച്ചിട്ട് അവർ വരട്ടെ, എന്നിട്ട് അവർ തിരിച്ചു വിടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 10 മാസം ഗർഭം ചുമന്ന സ്ത്രീ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചു. 10 മാസത്തെ ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച 10 മാസത്തെ കാത്തിരിപ്പ് ആ സ്ത്രീയുടെ തൗബ മനസ്സിലൊരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം അവർ വീണ്ടും വരികയാണ്. അമറ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ വന്നു. സുമ്മ അമറ ബിഹ, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുഞ്ഞുമായിട്ട് വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞു എന്നാ. അങ്ങനെ ശിക്ഷ നടപ്പാക്കി. എന്നിട്ട് അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. സുമ്മ സ്വല്ല അലൈഹ, അവർക്ക് വേണ്ടി ഇമാമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് തുസല്ലി അലൈഹ യാ നബിയല്ലാഹ് വഖദ് സനത്, അള്ളാഹിന്റെ റസൂലെ വ്യഭിചാരിണിയായ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് അങ്ങ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ലഖദ് താബത്ത് തൗബത്തൻ ലൗ ഖുസിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന ലവസഅതുഹും, അവർ തൗബ ചെയ്തതാണ് ഉമറേ.
അവര് തൗബ ചെയ്തതാണ് ഉംറ എന്ന് മാത്രമല്ല, അവരുടെ തൗബ നിങ്ങൾ മദീനയിൽ താമസിക്കുന്ന 10-70 പേരുടെ മേൽ വീതിക്കപ്പെട്ടാൽ അതിനപ്പുറത്താണ് അവരുടെ തൗബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം വ്യഭിചാരിണിയായ സ്ത്രീ തൗബ ചെയ്തത് ശിക്ഷ നടപ്പാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി നമസ്കരിക്കുക. സമാനമായ റിപ്പോർട്ടിംഗ് ഉണ്ട്. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ വ്യഭിചരിച്ചു. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നീ ഗർഭിണിയാണ്, അതുകൊണ്ട് നീ പ്രസവം കഴിഞ്ഞിട്ട് വാ. അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ വരുന്നു. ഫലമ്മ വലദത്ത് അതതുഹു ബിസ്വബി ഫി ഖിർക, ഒരു തുണിക്കഷ്ണത്തിൽ തന്റെ ചോരപ്പൈതലുമായിട്ട് ആ സ്ത്രീ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ. 10 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഹാദാ ഖദ് വലതുഹു, പ്രസവിച്ചിരിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ദബി ഫഅർനിഹി ഹത്താ തഫ്തിമിഹി, നീ അവരെ കൊണ്ടുപോയിട്ട് മുലയൂട്ടണം. അതാ കുട്ടിയുടെ അവകാശമാണ്. 2 വർഷം മുലയൂട്ടണം. ആ 2 വർഷം മുലയൂട്ടിയിട്ട് ആ സ്ത്രീ പിന്നീട് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ആ കുട്ടിന്റെ കയ്യിൽ റൊട്ടി കഷ്ണം കൊടുത്തിട്ടാണ്. അള്ളാഹിന്റെ റസൂലിനോട് പ്രൂവ് ചെയ്യാൻ. ശിക്ഷ എന്താണെന്ന് അറിയാം. അത് മടങ്ങുന്ന മനസ്സാണ്, അടങ്ങാത്ത മനസ്സാണ്, കുറ്റബോധമുള്ള മനസ്സാണ്, മനസാക്ഷിക്കുത്തുള്ള മനസ്സാണ്, മടങ്ങണം എന്ന് തീരുമാനിച്ച മനസ്സാണ്. അനശ്വരമായ പരലോക ജീവിതം, ശാശ്വതമായ പരലോക ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള വല്ലാത്ത ദാഹമുള്ള മനസ്സാണ്. അതൊരു വിശ്വാസിക്കുണ്ടാകേണ്ട മനസ്സാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നിട്ട് ആ റൊട്ടി കഷ്ണവുമായിട്ട് കുഞ്ഞിനെ വന്നപ്പോൾ ആ സ്ത്രീ കുഞ്ഞിനെ മറ്റൊരാളടുത്ത് കൊടുത്തിട്ട് ശിക്ഷ നടപ്പാക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആത്മപരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു വ്യക്തി നന്നാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത് വഴിത്തിരിവ് സൃഷ്ടിക്കും, എൻ്റെ കുടുംബത്തിൽ അത് വഴിത്തിരിവ് സൃഷ്ടിക്കും, അതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്ന സമുദായത്തിൽ അത് വഴിത്തിരിവ് സൃഷ്ടിക്കും, സമൂഹത്തിൽ അത് മാറ്റത്തിന്റെ നാന്ദി കുറിക്കും. ഞാൻ പറയുന്നത്, ഞാൻ എന്നൊരു വ്യക്തിയിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് മാറ്റം നിങ്ങൾ ആലോചിച്ചു. സമാധാനത്തോടു കൂടി നമുക്ക് മരിച്ചു പോകാൻ പറ്റും. അടുത്ത റമദാനിൽ നമ്മളുണ്ടോ നമുക്കറിയില്ല. ഇന്ന് വൈകുന്നേരമാകുമോ നമുക്കറിയില്ല. നമ്മൾ എന്നേക്കാണ് ജീവിതത്തെ ഇനിയും നമ്മൾ കൈവെക്കാതെ ചില മേഖലകൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ജീവിതത്തിന്റെ അവധിയെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മളാണ് ധൈര്യം കാണിക്കേണ്ടത്. കവി പറഞ്ഞില്ലേ, തർജുന്ന ജാത വലൻ തസ്ലുക് മസാലികഹ ഇന്നസ്സഫീനത ലാ തജ്രി അലൽ യബസി. ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് യാത്ര ചെയ്യാൻ. തർജുന്ന ജാത വലൻ തസ്ലുക് മസാലികഹ, പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷെ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ വിജയത്തിന്റെ വഴിയെ പ്രവേശിക്കണം. സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിന്റെ വഴിയെ പ്രവേശിക്കണം. നിന്ന് വിമോചനം അല്ലാഹുവിനോട് തേടുന്നുണ്ട് എങ്കിൽ നരകത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ സന്നദ്ധമാകണം. സന്നദ്ധത്തിൽ പറയാറില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ തഖ്നി മിനന്നാർ വദ്ഖുൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചോനെ മാപ്പാക്കണേ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പടച്ചോനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, മാപ്പാക്കണേ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് ഇർത്തുക്കുന്നാറിന്റെ 10 എന്നൊക്കെ പറയാറുണ്ട് നമുക്കിടയിൽ. ഞാൻ പറയുന്നത്, അതൊക്കെ പറയുമ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എടുക്കേണ്ട തീരുമാനം ഞാൻ എടുക്കണം. അതുകൊണ്ടാണ് കവി പറഞ്ഞത്, തർജുന്ന ജാത വലൻ തസ്ലുക് മസാലികഹ. ആളുകൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ വിജയത്തിന്റെ വഴിയിലേക്ക് ആളുകൾ പ്രവേശിക്കൂല. എന്നിട്ട് അദ്ദേഹം ഒരു ഉപമ പറയുന്നുണ്ട്, ഇന്നസ്സഫീനത ലാ തജ്രി അലൽ യബസി. ഒരിക്കലും കരയിലൂടെ കപ്പലോടൂല, കപ്പലോടണമെങ്കിൽ കപ്പൽ കടലിൽ ഇറക്കണം എന്നതുപോലെ ജീവിതത്തെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ആ മാറ്റത്തിന്റെ വഴിയെ നമ്മൾ പ്രവേശിക്കണം. തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി ഫകം മിൻ ഫതാ അംസി വഅസ്ബഹ ളായികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. അതുവർ കവി പറയുന്നത്, മറ്റു 2 വരികളിൽ പറയുന്നത്, തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി. നിങ്ങൾ നാളത്തേക്കുള്ള പരലോകത്തേക്കുള്ള തഖ്വയാകുന്ന പാതയെ നിങ്ങൾ ഒരുക്കണം എന്ന് പറയാൻ. തഖ്വയാകുന്ന പാതയെ ഒരുക്കാനാണ് റമളാൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, രാത്രി ആയാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഹൽ തഈശു ഇലൽ ഫജ്രി, പ്രഭാതം വരെ നീ ജീവിക്കുന്ന നിനക്കൊരു ഉറപ്പില്ല. അടുത്ത വർത്താനം പറയുന്നത് എന്താ പറയുക, ഫകം മിൻ ഫതാംസി വഅസ്ബഹ ളായികൻ. രാത്രി പല ആളുകളും, ചെറുപ്പക്കാര്, ഒരുപാട് യുവാക്കൾ കളിച്ചും ചിരിച്ചും അവർ നേരം വെളുപ്പിക്കുന്നുണ്ട്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവൻ അറിയില്ല. അങ്ങാടിയിലൂടെ ഓടി നടക്കുന്ന യുവാവ് അറിയില്ല, തൊട്ടടുത്ത ടെക്സ്റ്റൈൽസിൽ അവന്റെ കഫപ്പുടവ റെഡിയായി നിൽക്കുന്നുണ്ട് എന്ന്. എൻ്റെ കഫപ്പുടവ ചിലപ്പം മില്ലിൽ നിന്ന് വന്ന് എൻ്റെ വീട്ടിനടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ എത്തി എന്ന ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഞാൻ അറിയുന്നില്ല എന്ന്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, വക്കം മിൻ സഹീഹിൻ മാ തഗൈറ ഇല്ലത്തിൻ ഇല്ലത്തിൻ,
എത്രയെത്ര ആളുകളാണ് മരിക്കുന്നത്, ഒരു കുഴപ്പവും അവർക്കില്ല, ഒരു കുഴപ്പമല്ല, ഹെൽത്താണ്, ആള് ഹെൽത്തിയാണ്. എന്നിട്ട് പറയുന്നുണ്ട് വക്കമ്മിൻ അലീലിനായ ഷഹീനം മിനദ്ദഹരി, ഒരുപാട് ആളുകൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ മരിച്ചു പോകുന്നത്. അതാണ് ജീവിതം, അതാണ് ജീവിതം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാനാണ് നമുക്ക് മടങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ അവസരം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യാത്തി ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത് ഫഖാല ഇന്നി തുബ്തു ലാൻ വലല്ലദീന യമൂതൂന വഹും കുഫാർ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾ ആരും തൗബ പറയരുത്. ഖുർആൻ പറയാണ് വലൈസത്തി തൗബത്തു, തൗബയില്ല ലില്ലദീന യഅമലൂന സയ്യാത്ത്, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹത്താ ഇദാ ഹദറ അഹദഹുമുൽ മൗത്ത്, മരണമാസന്നമാകുമ്പോൾ കാല ഇന്നി തുബ്തുല്ലാൻ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അന്നഹുൽ ഫിറാഖ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലല്ലദീന ലാ യമുല്ലല്ലദീന യമൂതൂന വഹും കുഫാർ, അവർ കുഫാറുകളായിട്ടാണ് മരിക്കുക. ഖുർആൻ പറയും ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ. അവിടം വരെ നമ്മൾ വെക്കരുത്. നമുക്കൊക്കെ ഓർമ്മ വരുമ്പോൾ ഇവിടെയാണ് കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അപ്പം നമുക്ക് ഓർമ്മ വന്നിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പം നമ്മൾ ഓർക്കൂല. അപ്പൊ കയ്യിൽ നിന്ന് പോവാന്ന് കണ്ടാൽ പറയും പടച്ചോനെ കുറച്ചും കൂടി തരണേ. വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരടി നിങ്ങൾക്ക് അനുവാദം തരൂല, ഒരടി നിങ്ങൾക്ക് ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നീട്ടി തരൂല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്താ ചെയ്യാൻ അല്ലാഹുവിന് നന്നായിട്ട് അറിയാന്നാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ഈ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ പറയാണ്, നമ്മൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മൾ കൈവെക്കണം. അവസാനത്തെ പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം യജ്തഹിദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അധ്വാനിച്ച പത്താണ് അവസാനത്തെ പത്ത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫി അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. അവസാനത്തെ പത്തിൽ മറ്റുള്ള പത്തുകളേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാധനകളിൽ മുഴുകാറുണ്ടായിരുന്നു. ഒറ്റയായ രാവുള്ള മാസമാണ് പത്താണ് അവസാനത്തെ പത്ത്. എപ്പോഴാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് വെച്ചാൽ 27 രാവ് എന്ന് പ്രബലമായ ഹദീസ് ഉണ്ട്. പക്ഷേ ഫി അശ്രിൽ അവാഖിരി അവസാനത്തെ പത്തിലാണ്. അവസാനത്തെ പത്തിൽ ഒറ്റയായ ഏത് രാവിലും ആകാമെന്നും ഹദീസ് ഉണ്ട്. 21 രാവിലാകാം, 23 രാവിലാകാം, 25 രാവിലാകാം, 27 രാവിലാകാം, 29 രാവിലാകാം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതം വരെ സമാധാനമുള്ള മാലാഖമാരുടെ സാന്നിധ്യമുള്ള 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ അൽഫി ഷഹർ 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ രാവ് നമ്മൾ പ്രതീക്ഷിച്ച് പടച്ചറബിന്റെ മുമ്പിൽ തൗബ ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ട പത്താണ് ഈ അവസാനത്തെ പത്ത്. അങ്ങനെ തന്നെ നമ്മൾ കാണണം. ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖിഫു ഫിൽ അശ്രിൽ അവാഖിർ മിൻ റമളാൻ ഹത്താ തവഫാഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെടുന്നത് വരെ അവസാനത്തെ പത്തിൽ ഇത്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പം നമ്മൾ പരമാവധി മസ്ജിദ് സമയം ചെലവഴിക്കുക. ചില ആളുകൾക്ക് കഴിയൂല, എന്നാൽ ഒഴിവുള്ള സമയമുണ്ട് എങ്കിൽ നമ്മൾ പള്ളിയിൽ വരിക, എന്നിട്ട് നിയ്യത്ത് വെക്കുക, ഇത്തികാഫിന്റെ നിയ്യത്ത് വെക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, 4 മണിക്കൂറാണെങ്കിൽ 4 മണിക്കൂർ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ആ അർത്ഥത്തിൽ അവസാനത്തെ പത്തിനെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും വിധം അവൻ ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.